ഞാൻ ജനിച്ചത് വളരെ ദരിദ്രമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ്. നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നൊരു ചിന്ത വളർന്നു വന്നിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നത് മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമാണ് ദൈവമെന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഉയരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പഠിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു റബ്ബർ വെട്ട് പഠിച്ചോളെ, റബ്ബർ ടാപ്പിംഗ്. അങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ ഈ റബ്ബർ മരത്തിൽ ചാരി നിന്ന് ഇങ്ങനെ കരയും. മനസ്സിലൊരാഗ്രഹം, ഒരു സ്വപ്നം, എന്നെങ്കിലും ഒരു കാലത്ത് ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ചിന്ത പോലും പോയിട്ടില്ല. ഈ പേഷ്യൻസിൻ്റെ ദുരിതം ഒന്ന് മാറ്റണം. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മിനിമം വേജസ് കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? പലരും എന്ത് ചെയ്യുന്നു? 7,000 അല്ലെങ്കിൽ 8,000 10,000 രൂപ കൊടുത്താൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും? ഒരു മിനിമം ഒരു 20,000 അല്ലെങ്കിൽ 15,000 എങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ അവർക്ക് ജോലി, അവർക്ക് വണ്ടിക്കൂലിയും അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാം പൈസ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് കിട്ടും? ഇത് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിൽ പല ആളുകൾക്ക് ഇല്ലെന്നുള്ളത് സത്യമായൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് വളരണം, ഞാനുണ്ടാക്കണം, എനിക്ക് മാത്രം, ആ ചിന്താഗതി നമ്മൾ എല്ലാ വ്യവസായികളുടെ ഉള്ളിൽ നിന്ന് മാറണം. 500 റുപ്പീസ് റെൻ്റേ ഉണ്ടായിരുന്നുള്ളൂ, 500 രൂപ റെൻ്റ് ഉണ്ടായിരുന്നുള്ള 290 സ്ക്വയർ ഫീറ്റ് റൂമിന്. നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ എംപ്ലോയീസിനെ കുറിച്ചല്ല പറയുന്നത്, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരാൾ ഇവർ എങ്ങനെ നടന്നങ്ങ് പോകാമെന്നിരിക്കട്ടെ, നമ്മളിൽ പലരും നമ്മുടെ എംപ്ലോയീസ് പോലെ ഇങ്ങനെ നോക്കും. ഒരു ജർമ്മൻ, ഒരു ജപ്പാൻ, ഒരു ഇറ്റലിയിലുള്ള ഡെൻ്റൽ ടെക്നീഷ്യൻ, അവർ ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും അവർ തിരിഞ്ഞു നോക്കില്ല. അതേ ഒരു കൾച്ചർ തന്നെയാണ് ഞങ്ങൾ ഡെൻകെയറിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. വാറണ്ടി തുടങ്ങാൻ കാരണം പല പ്രോഡക്ട്സും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു ചിന്ത. ഞങ്ങളുടെ എംപ്ലോയീസിൽ ഏതാണ്ട് 80% കൂടുതൽ ലേഡീസാണ് എംപ്ലോയീസ്. അത് ശരിക്കും ഈ മീഡിയ ഉണ്ടാക്കുന്ന ഒരു തരംഗമാണത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ല നല്ല വ്യവസായങ്ങൾ, ഒരു വ്യവസായം ഇവിടെ ഇല്ലെന്നാണോ പറയുന്നത്? എന്തുമാത്രം വ്യവസായങ്ങളിവിടെ ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ തിരുവനന്തപുരത്തല്ലേ? അതാരെങ്കിലും അതിനെക്കുറിച്ച് ഫീച്ചർ ചെയ്യുന്നുണ്ടോ? വലിയ ചാനലുകൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശരിക്കും കേരളം വ്യവസായത്തിന് പറ്റി ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിലെ ആളുകൾ, അവരുടെ സമീപനം, 37 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പോകുന്നത് പോലെ തന്നെ ആളുകൾ തിരിച്ചും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. സാധാരണഗതിയിൽ എല്ലാവരുടെയും ചിന്ത ലോട്ടറി എടുക്കണമെന്നറിയാം, ഇന്നെടുത്ത് നാളെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരാവണം, എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞു. അങ്ങനെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കുറുക്കുവഴികളൊന്നുമില്ല. ഹൃദയത്തിൽ ഒരു സ്വപ്നം ലഭിക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യമാണ്. എൻ്റെ പ്രിയങ്കരനായ APJ എനിക്ക് ഒരു മുൻ പ്രസിഡൻ്റ് അവാർഡ് തന്നിട്ടുണ്ട്. ഡ്രീം ഈസ് നോട്ട് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. ഉറക്കം നഷ്ടപ്പെടുന്നതാണ് സ്വപ്നം. സമൂഹം നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. നമ്മൾ അടച്ചെല്ലാവരും കൊള്ളില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ സത്യസന്ധമായൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളുടെ മാനേജേഴ്സിനോടും സൂപ്പർവൈസേഴ്സിനോടും അതിന് മുകളിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ശാസിക്കുന്നത്, അവർ വഴക്ക് പറയുന്നത് ഒരു വ്യക്തി വേറെ കേൾക്കരുത്. എന്നാൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മൈക്കെടുത്ത് ഉറക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അന്ധമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ നാട് വളരുവാണല്ലോ, അവരെന്നും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ചെറിയ വ്യവസായമാണ് തുടങ്ങുന്നതെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് വന്നാലേ പറ്റുള്ളൂ. ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് AI വന്നാലും അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. കേരളത്തിലെ ആളുകൾക്ക് ഒന്നോടെ പ്രോഡക്ട്സൊക്കെ ആക്യുറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ തൊഴിലധിഷ്ഠിതമായ ഒരു എഡ്യൂക്കേഷണൽ സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ അനേകർക്ക് ജോലി ലഭിക്കാൻ അതൊരു മുഖാന്തരമാകും. If I were to ask you, what is your purpose of being here, what would you say? ഇന്ന് ഞങ്ങളുടെ കമ്പനി വിറ്റാൽ 3,500 കോടി വാല്യുവേഷനുള്ള കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. കരയുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി ഞാൻ കാണുന്നത്. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ, ആരും അറിയാതെ അനേകരെ സഹായിക്കാനിടയാകുക, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ദൈവം ഹൃദയത്തിലുണ്ടെങ്കിൽ കരയുന്ന ആളുകളോട് കരയണമെന്ന് തോന്നും.